രാജ്യത്തിന്റെ കടൽ കരുത്ത് അറിയിച്ച് തിരുവനന്തപുരത്ത് നാവികസേനയുടെ ശക്തി പ്രകടനം. അന്തർവാഹിനി അടക്കം പഴക്കപ്പലുകൾ നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി ശംഖുമുഖം തീരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കടലിൽ ബോംബിംഗ് അടക്കം യുദ്ധസമാനമായ പരിശീലനത്തിനും തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. കേരള തീരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കാണുകയാണ്. യുദ്ധസജ്ജരായി നിൽക്കുന്ന പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കേരള തീരത്ത് വട്ടമിട്ട് പറക്കുന്നു. നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള റിഹേഴ്സലാണ് തലസ്ഥാനത്ത് കാണുന്നത്. നമ്മുടെ നാവികസേന 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ കറാച്ചി തുറമുഖം തകർത്ത് വിജയം നേടിയതിന്റെ ഓർമ്മയാണ് നാവികസേനാ ദിനം. ഡിസംബർ 3 തിരുവനന്തപുരത്തെ ശംഖുമുഖം കടലിൽ നടക്കുന്ന ശക്തി പ്രകടനത്തിനായി നാവികസേന ഒരുങ്ങി കഴിഞ്ഞു. നാവികസേനയുടെ കരുത്ത് പ്രകടിപ്പിച്ച പരിശീലനത്തിനായി ആയുധ ശേഖരങ്ങൾ നിരനിരയായി കുതിച്ചപ്പോൾ തലസ്ഥാനവാസികളെ ആവേശം കൊള്ളിച്ചു. നാവികസേനയുടെ പടക്കപ്പലുകളിൽ തെരച്ചിലിനും മിസൈൽ നശീകരണത്തിനും കേമന്മാരായ INS കൊൽക്കത്തയും INS തമലും തൃശൂരും ഇംഫാലും തീരത്തേക്ക് കുതിച്ചു. പ്രതീകാത്മക ശത്രു ലക്ഷ്യത്തിന് നേരെ വെടിയുതിർന്നു. അകലെ കടലിൽ നിന്ന് വെളിച്ചം തെളിയിച്ച് സയർനെട്ട് മിസൈൽ ബോട്ടുകൾ തീരത്തേക്ക് കുതിച്ചപ്പോൾ കരയിൽ യുദ്ധഭീതി എന്തെന്നറിയുന്ന നിമിഷങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് അഭിമാനമായി മാറുന്ന കാഴ്ച. ഇതേസമയം മുകളിൽ ആകാശത്ത് ഹെലികോപ്റ്ററുകളും ഫൈറ്റർ വിമാനങ്ങളും അക്രമകാരികളായി. കടലിലെ ശത്രുവിനെ തുരത്താനായി ഹെലികോപ്റ്ററിൽ സൈനികരെ ഇറക്കിയും കയറ്റിയുമുള്ള പരിശീലനം. കേരള തീരത്തിന് പുതിയ അനുഭവം. സീ കിങ്ങും ഡോണിയറും സീഹോക്കും P8ഉം ശക്തി പ്രകടിപ്പിച്ചു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും വജ്രായുധമായ ചേതക്കും ആവേശം കടലോളമാക്കി. ശത്രുവിനെ ലക്ഷ്യമിട്ട് ബോംബർ വിമാനം. കടലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനത്തിൽ നിന്ന് ശത്രുവിന്റെ ഭൂമിയിൽ പാരച്യൂട്ടിൽ കൃത്യതയോടെ ഇറങ്ങുന്ന നാവികരെയും തലസ്ഥാനം കണ്ടു. INS തരംഗിണിയും സുദർശിനിയും സുന്ദര കാഴ്ചയായി തുഴഞ്ഞു നീങ്ങി. ഡിസംബർ 3 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നേവി ബാൻഡിന്റെയും സീ കേഡറ്റുകളുടെയും പ്രകടനം വ്യത്യസ്തമായി. കേരളീയ കലാപരിപാടികൾ കോർത്തിണക്കിയ കലാപരിപാടിയും നാവികസേനാ ദിനത്തിൽ ഒരുങ്ങുകയാണ്. നാവികസേനയുടെ ഈ കരുത്ത് തിരുവനന്തപുരത്ത് പ്രകടിപ്പിക്കുന്നതിൽ തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. ചൈനയ്ക്ക് തന്ത്രപരമായ താല്പര്യമുള്ളതാണ് ശ്രീലങ്കയും മാലിദ്വീപുമെല്ലാം. ഈ രണ്ട് രാജ്യങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് നാവികസേന ഈ കരുത്ത് പ്രകടിപ്പിക്കുന്നത് നാവികസേനയുടെ തന്ത്രം തന്നെയാണ്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.